താങ്കൾക്ക് വേണ്ടി ഞാൻ കുക്ക് ചെയ്യും. ഓ, എക്സ്ക്ലൂസീവ്ലി. എക്സ്ക്ലൂസീവ്ലി. ഓ, ദാറ്റ്സ് ഫൈൻ. അത് ഞാൻ ചെയ്തു കൊടുക്കുന്നു. കുണ്ടറ പാൽക്കറി ആയിരിക്കും. താങ്കൾ ചിലപ്പോൾ പറയും എനിക്കൊരു ബിരിയാണി ഷെഫ് ലൈവായിട്ട് കഴിക്കണം. അപ്പം ചില ആൾക്കാർക്ക് അത് കണ്ടന്റാണ്, ചില ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഷെഫിൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ കുക്കിംഗ് ഉണ്ടാവും. ഓ, അത് കൊള്ളാം കേട്ടോ. അതൊരു ഭയങ്കര ഗംഭീര കോൺസെപ്റ്റാണ്. ഞാൻ വേറെ കേട്ടിട്ടില്ല അങ്ങനെ. ഇല്ല, കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പലരും പറയും ഷെഫ് നളൻ്റെ ഫുഡ്. താങ്കൾക്ക് ഷെഫ് നളൻ്റെ കൈ കൊണ്ട് കഴിക്കണം. ഇത് ഷാറൂഖ് ഖാൻ ബേസിക്കലി പല പാർട്ടിക്കും പോയി ഡാൻസ് ചെയ്തിട്ടുണ്ട്, പല പ്രോഗ്രാംസും പോയി പാർട്ടി അറ്റൻഡ് ചെയ്ത് ഡാൻസ് ചെയ്ത് ചാർജ് ചെയ്തിട്ടുണ്ട്. സെയിം കോൺസെപ്റ്റിനെ ഞാൻ കേരളത്തിൽ കൊണ്ടുവന്നതാണ്. എൻ്റെ ഫുഡ് കഴിക്കണം, യു ക്യാൻ ബുക്ക് മീ, ഐ വിൽ കം, ഐ വിൽ കുക്ക് ഫോർ യു ആൻഡ് ഐ വിൽ പ്രിപ്പയർ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, നമ്മൾ ഫുഡ് ഫെസ്റ്റിവലുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ഡൈനിങ്ങിന് നമുക്ക് ഇത്ര ചാർജസ് ഉണ്ടാവും. അപ്പോൾ അന്നിപ്പോൾ താങ്കൾ ചിലപ്പം ഒരു ബാക്ക് യാർഡ് പാർട്ടി ആയിരിക്കും നടത്തുന്നത്. ബാക്ക് യാർഡ് പാർട്ടിയിൽ നിങ്ങൾക്ക് ഷെഫ് നളൻ്റെ ഫുഡും വേണം. അപ്പം അതിന് വേണ്ടി ഒരു ബുക്ക് ചെയ്യുന്നു, ആ കാര്യങ്ങൾ വരുന്നു, ഷെഫ് വരുന്നു. അപ്പം പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ എൻ്റെ സബോർഡിനേറ്റ് കുക്ക് ചെയ്തുകൊണ്ടാണ് ഉപ്പ് കുറഞ്ഞു പോയത്, അല്ലേ? ലൈവ് നിങ്ങളെ കണ്ണും മുമ്പിലാണ് കുക്ക് ചെയ്തത്. ശരി, അത് കൊള്ളാം. അതൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ താങ്കളെ നേരിട്ട് കാണണമെന്നും പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലേ? ഇപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രീമിയം ആംബിയൻസിലുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്കൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കള്ള് ഷാപ്പ് കൂടെ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആംബിയൻസിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് അങ്ങനെ ഒരു സ്പേസിലേക്ക്? നാട്ടിൽ വന്നിടം തൊട്ടേ എനിക്ക് കള്ള് ഷാപ്പിനോടാണ് താല്പര്യം. നാട്ടിൽ വന്നിടം തൊട്ട് 10 years ആയിട്ട്. അപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷം എൻ്റെ ടീമിനറിയാം. 3-4 വർഷമായിട്ട് ഇവിടെ 100-300 കള്ള് ഷാപ്പുള്ള സുഹൃത്തുക്കളുണ്ട്. ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ഷാപ്പ് തരണം, ഒരു ഷാപ്പ് എനിക്ക് തന്നാൽ മതി, നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ അന്വേഷിക്കുന്ന നമ്മളെയും അന്വേഷിക്കുമെന്ന് പറയുന്ന കണക്ക് ഒരു 7 ഷാപ്പ് 8 ഷാപ്പ് നടത്തിയ ഒരു വ്യക്തിത്വം, അതിൽ 7 ക്ലോസ് ഡൗൺ ചെയ്തിട്ട്. പുള്ളി ഒരു NRI ആണ്, അയർലൻഡ് ആണ് താമസിക്കുന്നത്. ഞാൻ ആക്ച്വലി പുള്ളി 1 വർഷം മുമ്പ് ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ കണ്ടു. അതിന് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പരിചയപ്പെട്ടില്ല. പുള്ളി യാത്ര ചെയ്ത് ഒരു ദിവസം ഇതിലേ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കയറി എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ താഴെ വന്നു, എന്നെ കാണാൻ ഒരാൾ വന്നേ, ഞാൻ കണ്ടു, സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു കള്ള് ഷാപ്പിൻ്റെ കഥ പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു ബാ എൻ്റെ കൂടെ വാ, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ പുറത്താണ് നമ്മൾ അന്വേഷിച്ച കള്ള് ഷാപ്പ് നമ്മളെ അന്വേഷിച്ചത്. പിന്നെ മൊത്തം റിനോവേറ്റ് ചെയ്ത് എന്നിപ്പോൾ കോട്ടയത്തെ ഏറ്റവും ടോപ്പ് സെയിലുള്ള കള്ള് ഷാപ്പ് നമ്മുടേതാണ്. ഏറ്റവും പലർക്കും വളരെ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് സാറ്റർഡേ സൺഡേസ് ഫുള്ളാണ്. മിക്കവാറും ആൾക്കാർ ബുക്കിംഗ് എടുത്തിട്ടേ വരാറുള്ളൂ. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇറ്റ് ഹാപ്പൻ ടു ബി ലൈക്ക് ദാറ്റ്. പിന്നെ നാടൻ ഫുഡുകൾ, എരിയും പുളിയും ഉള്ള നാടൻ ഫുഡുകൾ അവിടെ കൊടുക്കണമെന്നും എൻ്റെ ഒരു ഡ്രീമിൽ ജർമ്മനി ഇല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലണ്ട് ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ ഈ ഫോറിനേഴ്സ് ട്രാവൽ ചെയ്യുമ്പം അവർ ഗൂഗിൾ ചെയ്ത് നമ്മളെ സ്ഥാപനത്തിൽ നമ്മളെ നാടൻ മധുര കള്ളും അല്ലെങ്കിൽ നമ്മളെ നാടൻ ഫുഡും ഒക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഭയങ്കര ഹെൽത്തി ഡ്രിങ്ക് ആണെന്നും കൂടെ തോന്നുന്നു. കാരണം കെമിക്കൽ ഇല്ലാതെ വരുന്ന ഒരേ ഒരു ഡ്രിങ്കാണ്, നാച്ചുറലി ഫെർമെന്റഡ് ആണ്. പണ്ട് പരമശിവൻ തെങ്ങ് വളച്ച് കുടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ കേരള സംസ്കാരത്തിൽ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം തെങ്ങുണ്ട്. അപ്പോൾ എത്രത്തോളം തെങ്ങ് ചെത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നായിരിക്കും. അവരുടെ എല്ലാ തൊഴിലിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത്. അതപ്പതിച്ച് അന്യം തിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഇത്രയും തെങ്ങിൻ്റെ റിസോഴ്സ് ഇപ്പോൾ താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്നും കള്ള് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ പ്രസംഗിക്കുകയാണ്. ഇപ്പം ഞാൻ 25 വർഷം മുമ്പ് കണ്ട കൊറിയ ഇന്ത്യ ആവണമെങ്കിൽ ഇനി ഇന്ത്യ 25 വർഷം സഞ്ചരിക്കണം. അന്നൊരു പക്ഷേ ഞാൻ ഉണ്ടായെന്ന് പോലുമല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? സോ നമ്മളെ ചിന്തയാണ് വി ആർ ഫാർ ബിഹൈൻഡ്. ഞാൻ പറയുന്ന പ്രോസസ് അങ്ങനെയാണ്. നമ്മൾ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ പറ്റിയല്ല പറയുന്നത്. നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡും ഇത്രയും സമ്പന്നന്മാരെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ 2 കോടീശ്വരന്മാർ കിടക്കുന്നത് കേരളത്തിലാണ്. എന്നിട്ട് പോലും നമ്മളെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനകത്തുണ്ടാവുന്ന പ്രതിസന്ധികൾ ഒന്ന് ഞാൻ പറയുന്നത്, ഇപ്പം കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രോഗ്രാംസ് തെങ്ങുകളിൽ മാൻഡേറ്ററി അല്ലേ, പക്ഷേ അവിടെ ബിയറുണ്ട്. അപ്പം കേരള ടൂറിസമാണ്. കേരള ടൂറിസത്തിനകത്ത് ആദ്യം വിൽക്കേണ്ടത് കേരളത്തിൻ്റെ ധാന്യങ്ങളും ഡ്രിങ്ക്സും ഒക്കെ ആയിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, മനസ്സിലായില്ല. 8:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ നാടൻ കള്ളഷാപ്പുകൾ പൂട്ടണം. 10:30 മണി വരെ വിദേശ മദ്യം വിൽക്കാം. അവിടെ തന്നെ നമ്മളുടെ തോട്ട് പ്രോസസ്സ് മാറുക, ദേശീയവൽക്കരിക്കുക, നാഷണലൈസേഴ്സ്.
ഇപ്പൊ ഗോവയൊക്കെ ഫെനിക്ക് ദേ കൊടുക്കുന്ന ഹാവ് നാഷണലൈസ്ഡ്. നാഷണലൈസ്ഡ്. അപ്പോൾ താങ്കളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ താങ്കൾ അടിക്കുന്ന ഡയലോഗ് എന്തായിരിക്കും, എൻ്റെ നാട്ടിൽ വന്ന് നല്ല കപ്പയും നല്ല മുളകും മതി, ഞങ്ങളെ ചെത്ത് കള്ള ഒരു ഗ്ലാസ് നീ കുടിച്ചിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. മിക്കതും പാലക്കാട് നിന്ന് അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നമുക്ക് ലോക്കലി നമ്മളെ ഒരു നാട്ടിൽ ചെന്ന് അവൻ്റെ പ്രകൃതിയെ നോക്കിയാൽ അവിടുത്തെ ആൾക്കാർ ആരോഗ്യം അറിയാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെങ്ങിനെ നോക്കിയാൽ മതി. ഒരു ആരോഗ്യ സമ്പന്നനായ തെങ്ങ് താങ്കൾ ഒരു പത്തെണ്ണത്തിൽ കാണത്തില്ല. ഈ തെങ്ങുകൾ തന്നെ തോപ്പുകളായാൽ, ഈ തെങ്ങുകളിൽ തന്നെ ചെത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുത്തനും ഈ പറയുന്ന വിദേശത്തേക്ക് പോലും ജോലി അന്വേഷിച്ച് പോകണ്ട. ഒരു ദിവസം 6,000 തൊട്ട് 60,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഫ്രം ദ നേച്ചർ. ഇതൊന്നും കഴിച്ചൊന്നും ഇന്നും ആരും ചത്തുപോയതായിട്ട് ചരിത്രം പറഞ്ഞിട്ടും ഇല്ല. ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, അടിയിൽ എഴുതി കാണിച്ചു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ കേരള സംസ്കാരത്തിനെ കളയരുത്. ഞാൻ ആരുമല്ല, നമ്മളെല്ലാം ഒന്നാണ്. കേരള ആഹാര ചൈതന്യങ്ങളുണ്ട്, ആഹാര രീതികളുണ്ട്. നമുക്ക് സംസ്കാരം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്തൊക്കെയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് സ്പോയിലായി പോരും. അപ്പം ഈ അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡ്രിങ്കാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ടൊടി. ആ ടൊടിയുടെ ബിസിനസ് പ്രൊമോഷൻസ് ഉണ്ടാവണം, കേരള ഗവൺമെൻറ് ഇടപെടണം, കേരള ടൂറിസത്തിലേക്ക് അത് വരണം, ക്യാൻഡ് വരണം. എന്തിനാ നമ്മൾ ബാക്കിയുള്ള നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് നമ്മളെ തന്നെ പണ്ട് പറഞ്ഞാൽ നമ്മളെ തന്നെ നിധി വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുകയില്ലേ? അതിനെ ഡെവലപ്പ് ചെയ്താൽ പോരെ. അപ്പോൾ ഒരു സമുദായം തന്നെ രക്ഷപ്പെടത്തില്ലേ? വേറൊരു സംസ്ഥാനത്തിൽ പനയുടെ ഇതുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ലിറ്ററലി ഇന്നില്ല. അപ്പോൾ ഒരു സമുദായത്തിൻ്റെ വരുമാനം മൊത്തം നശിച്ചു പോയില്ലേ? പിന്നെ എന്ത് പൊളിറ്റിക്സ് പ്രസംഗിച്ചിട്ടാ കാര്യം? ഇത് വിഷയം എന്ന് പറയുന്നത് എന്തായാലും പ്രകൃതിയിലെല്ലാം ഉണ്ട്, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് പോയാൽ ഈ പറയുന്ന ഫുഡ് ഫെസ്റ്റിവലുകൾ വരുന്നു. ഇപ്പോൾ ചൈനയിൽ താങ്കൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും, ചൈന ഇന്ത്യയെക്കാട്ടിയും വലിയ രാജ്യമാണ്, എവ്രിവെയർ യു വിൽ ഫൈൻഡ് ആൽക്കഹോൾ. പക്ഷെ ഒരുത്തനും കുടിച്ച് വഴി കിടക്കുന്ന കാണുന്നില്ല. എല്ലാ നൈറ്റ് ലൈഫ് നടക്കുന്ന സ്ഥലത്തും ഈ തട്ടുകടകളിൽ വരെ ഉണ്ട്. കാരണം പിടിച്ച് അകത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പോയി. അവർക്കെല്ലാം അവരുടെ ലിമിറ്റും അറിയാം. വെള്ളത്തിനെക്കാട്ടിയും ചീപ്പാണ് അവിടെ ബിയറിന്. പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ വർക്കല പോലൊരു സ്ഥലത്ത് നമ്മളൊരു പ്രസ്ഥാനം ഇടുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനുള്ള പെർമിഷനും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എന്തുമാത്രം ടൂറിസം ഉണ്ടാക്കുന്നത് അവിടെ എല്ലാം അവർ ലൈസൻസ് ചെയ്ത് അത് പോക്കറ്റായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നടത്തി കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്തുമാത്രം ഇൻകം ഉണ്ടാക്കാം. ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് വിൽ ബിക്കം ഇനോർമസ്ലി റിച്ച്. എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര ഇത് തന്നെ പറയുന്നത്, ലെറ്റ് ദ ഗവൺമെന്റ് മേക്ക് ഓപ്പർച്യൂണിറ്റീസ്, ലെറ്റ് പീപ്പിൾ സ്പെൻഡ് ആൻഡ് ഗവൺമെന്റ് ബിക്കം റിച്ച്. അപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ കണക്ക് ആന്റി സോഷ്യലിസ്റ്റ് ആക്ടിവിറ്റികൾ തന്നെ അങ്ങ് മാറും. റെഫറൻസിന് ഒന്ന് ചൈന വരെ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ ചൈന, വലിയ രാജ്യമാണ്. ഒന്ന് ചുമ്മാ ട്രാവൽ ചെയ്താൽ മതി. ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തിനെക്കാട്ടിയും ഹെവി ആയിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ടൊന്ന് അതുവരെ നമുക്ക് ഷാപ്പിൽ പോയി ഭക്ഷണം കഴിക്കാം. അതെ, ഓക്കെ. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ഡൈൻ ലൈക്ക് എ കിങ്. പിന്നല്ല.